ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളി. സൗദി ജയിലിൽ കുടുങ്ങിയ മലയാളിനെ രക്ഷപ്പെടുത്തിയ കഥയാണ്. സൗദിയില് ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് മഹബത്തുള്ള ഒരു ചെറുപ്പക്കാരായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയതായി. അത് സാരമില്ല, മറവി എല്ലാവർക്കും പറ്റുമല്ലോ. നിങ്ങൾ സംഗതി പറയും. അദ്ദേഹം സൗദിയെ പോയി, ഷെയ്ഖുനാന്റെ സമ്മതപ്രകാരം പോയതാ. ഷെയ്ഖുനാന്റെ സമ്മതപ്രകാരം പോയതാണ്. ഓക്കെ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി. അല്ലോ പാവം. എന്തേലും കുറ്റം മൂപ്പര് ചെയ്ത? അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാള് ജയിലിൽ അടക്കപ്പെട്ടു. അത് ശരി. ജയിലിൽ നിന്ന് പിന്നെന്തായി കേസ്? ജയിലിൽ കിടന്ന് CM-നെ വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ ഇതിനങ്ങോട്ട് പറഞ്ഞയച്ചത് എനിക്ക് നാടന്നെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയുന്നത്. അതതിനവിടെ ജയിലിൽ കിടന്നിട്ട് ഷെയ്ഖുനാനോട് പറഞ്ഞിട്ട കാര്യം? ഷെയ്ഖുനാന്റെ സമ്മതപ്രകാരം പോകുന്നതല്ലേ. ഞാനത് മറന്നു. എന്നിട്ട് എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി. ഷെയ്ഖുനാനോട് ഒക്കെ പറയാൻ പറ്റും? മോശമല്ല. ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞയച്ചല്ലേ. അത് പറയാം. ഷെയ്ഖുനെ പറഞ്ഞാകുമ്പോ പറയാം. ഇയാൾ അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സുവേദനാകുക. അപ്പൊ ഇന്നങ്ങോട്ട് ഇതേ പറഞ്ഞയച്ച് അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. അവിടുന്ന് ജയിലിൽ നിന്ന് ഷെയ്ഖുനാനോട് പറഞ്ഞിങ്ങനെ കരയാ. ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക. ഹജ്ജിന്റെ ടൈമാ. ഷെയ്ഖുന് ഹജ്ജ് ചെയ്യാൻ വന്നേക്കാരല്ലേ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട്, സൗദിയില് വണ്ടി ലൈസൻസ് ഒക്കെ ഉള്ള ആളല്ല, അപ്പൊ ചിലപ്പോ അങ്ങനെ വന്നിട്ടുണ്ടാവും. ബാക്കി പറയും. ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിപ്പോ ഷെയ്ഖുന ജയിലിലെത്തിയാണ്. സുബ്ഹാന, ജയില് തുറക്കാൻ കഴിയോ? തുറക്കാൻ പറ്റുമോ? ജയിലെങ്ങനെ തുറക്ക? ഷെയ്ഖുനാന്റെ അടുത്ത് ചാവി വെച്ചണ്ട. അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. ആരോട് ചോദിക്ക? ഷെയ്ഖുനാനോടോ? ഞാൻ ഈ ഉടനപ്പോ ഈ ഷെയ്ഖുനാനെ ഈ നേരത്തെ തപ്പി പിടിച്ച. അത് അങ്ങനെ ഉള്ളിൽ കയറി. അപ്പൊ ഉള്ളിൽ കയറിയിട്ട് എന്താ ഷെയ്ഖുന എന്താ പറഞ്ഞു? നീ കരയിൽ കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട്. അങ്ങനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടാല്ലേ. എന്നിട്ട് ഒടുക്ക് പോയി? വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. മാഷാ അല്ലാഹ്. ജനസേവനം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ബാക്കി പറയും. ഇദ്ദേഹം നാട്ടിക്ക് വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ച് ഇതാക്കി. ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ഷെയ്ഖുന എന്നപ്പോ ഷെയ്ഖുന കിടക്കണോടത്ത് കിടക്കുന്നുണ്ട്, വഴി മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. വല്ലാത്ത ജാതി ഷെയ്ഖുന. എന്തിനുള്ളിലും കയറും, എന്തിനും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം? പിടിച്ചോ ഷെയ്ഖുനാനെ. പിടിച്ചു മുറുക്കി പിടിച്ചോണം. ഏതൊരാൾക്കും അതോടുത്ത മദത് കിട്ടും. ചങ്ങായിമരങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണേ. ഓരോ ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞ്, കറാമത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ, ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം നടക്കുന്ന ആളുകളെ, ഇവരെ പിന്തുണക്കാനും ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അവരെ മുജാഹിദും ജമാഅത്തും വഹാബികളും ഒക്കെ ആക്കിയിട്ട് അവരെ ഇകഴ്ത്താനൊക്കെയാണ് ഇവിടെ ആൾക്കാരുള്ളത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഏത് കാലത്താണ് ജീവിക്കേണ്ടത്?